പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ അത്യുന്നതങ്ങളിൽ ദൈവത്തിന് സ്തുതി. ഭൂമിയിൽ മനുഷ്യർക്ക് സമാധാനവും പ്രത്യാശയും എപ്പോഴും എന്നേക്കും. സ്വർഗ്ഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാണമേ, അങ്ങയുടെ രാജ്യം വരണമേ, അങ്ങയുടെ തിരുമനസ്സേ പോലെ ഭൂമിയിൽ വാഴണമേ. ഞങ്ങൾക്ക് ആവശ്യമായ ആഹാരം ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളുടെ ക്ഷമിക്കുന്ന പോലെ ഞാൻ പാടുകളോട് ക്ഷമിക്കണമേ. ഞങ്ങളുടെ പാപങ്ങളുടെ ആരുതേ ശക്തിയും മഹത്വവും നയിക്കണമേ. ആമേൻ. പ്രാർത്ഥിക്കാൻ സമാധാനം നമ്മളുടെ. പ്രകൃതിയാ മറിഞ്ഞിരിക്കുന്നവനും പ്രവൃത്തികളാ സ്വയം വെളിപ്പെടുത്തുന്നതുമായ ദൈവമേ, ആകാശവും ഭൂമിയും നിന്റെ മഹാത്മ്യത്തെ പ്രകീർത്തിക്കുന്നു. അങ്ങേക്ക് സ്തുതിയും ബഹുമാനവും കൃതജ്ഞതയും ആരാധനയും സമർപ്പിക്കുവാൻ ഞങ്ങൾ കടപ്പെട്ടവരാകുന്നു. സകലത്തിന്റെയും നാഥ എന്നേക്കും. പണിക്കാർ ഉപേക്ഷിച്ച് കളഞ്ഞ കല്ല് ഭവനത്തിന്റെ മൂലക്കല്ലായി തീർന്നു. ഇത് കർത്താവിന്റെ പ്രവൃത്തിയാകുന്നു, നമ്മുടെ ദൃഷ്ടി വിസ്മയം ജനിപ്പിക്കുന്നു. ഇത് കർത്താവ് കൽപ്പിച്ചു വന്ന ദിവസമാവുന്നു, നമുക്കിന്ന് സന്തോഷിച്ച് ആനന്ദിക്കാം. അവിടുത്തെ സ്നേഹാന്തമാകുന്നു, തന്റെ വാഗ്ദാനം അവിടുന്ന് പാലിക്കുകയും ചെയ്യും. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി. ആദ്യം നയിക്കുവാമേ. പ്രാർത്ഥിക്കാൻ സമാധാനം നമ്മളുടെ. ഞങ്ങളുടെ ദൈവമായ കർത്താവേ, ജീവദായകമായ ദിവ്യ സന്ദേശം ശ്രവിക്കുന്നതിനും ഗ്രഹിക്കുന്നതിനും ഞങ്ങളുടെ ബുദ്ധിയെയും മനസ്സിനെയും പ്രകാശിപ്പിക്കണമേ. അതുവഴി സ്നേഹവും ശരണവും ഞങ്ങൾ വർദ്ധിപ്പിക്കുവാൻ ഞങ്ങളെ സഹായിക്കണമേ. സകലത്തിന്റെയും നാഥ എന്നേക്കും. വിശുദ്ധ പത്രോസ്ലീഹ എഴുതിയ 1-ാം ലേഖനത്തിൽ നിന്നും, മനുഷ്യൻ പരിത്യജിച്ചുവെങ്കിലും ദൈവത്തിന്റെ ദൃഷ്ടിയിൽ തെരഞ്ഞെടുക്കപ്പെട്ടതും വിലയേറിയതുമായ ജീവിക്കുന്ന കല്ലിനെ നിങ്ങൾ സമീപിക്കുവിൻ. നിങ്ങൾ തന്നെയും ജീവിക്കുന്ന കല്ലുകളെ പോലെ ആത്മീയമായി ഭവനമായി പണിയപ്പെടുക. നിങ്ങളിത് വിശുദ്ധ പുരോഹിത വർഗമായിക്കൊണ്ട് ഈശോമിശിഹാ വഴി ദൈവത്തിന് സ്വീകാര്യമായ ആത്മീയ ബലികൾ സമർപ്പിക്കുന്നതിന് വേണ്ടിയാകുന്നു. എന്തുകൊണ്ടെന്ന് ആ തിരുവഴുത്തിൽ ഇങ്ങനെ കാണുന്നു: ഇതാ തെരഞ്ഞെടുക്കപ്പെട്ടതും വിലയേറിയതുമായ ഒരു മൂലക്കല്ല് സഹീയോനിൽ അവൻ സ്ഥാപിക്കുന്നു. അതിൽ വിശ്വസിക്കുന്നവൻ ലജ്ജിക്കുകയില്ല. വിശ്വസിക്കുന്ന നിങ്ങൾക്ക് ബഹുമാനമുണ്ട്. വിശ്വസിക്കാത്തവരെങ്കിലോ പണിക്കാർ ഉപേക്ഷിച്ച് കളഞ്ഞ കല്ല് തന്നെ പ്രധാന മൂലക്കല്ലും ഇടർച്ചക്കല്ലും തടങ്ങൽ പാറയുമാകുന്നു. സ്തുതി. നമുക്ക് ആർക്കോചിതമായിരുന്ന ആശീർവാദനെ പങ്കൊള്ളാം. സമാധാനം നമ്മോടുകൂടെ. അനന്തമായ ജ്ഞാനത്താൽ സ്വർഗവും ഭൂമിയും സൃഷ്ടിക്കുകയും അവയിലുള്ള സകലവും വിസ്മയമായി പരിപാലിക്കുകയും ചെയ്യുന്ന കർത്താവ് സർവശക്തനുമായ ദൈവം, നിന്റെ നാമം എന്നും വാഴ്ത്തപ്പെട്ടതാകട്ടെ. ഈ ഭവനം പണിയുവാൻ ആഗ്രഹിക്കുന്ന ഈ ദാസരെ തൃക്കൺ പാർക്കണമേ. നീ വീട് പണിയുന്നില്ലെങ്കിൽ പണിക്കാരുടെ അധ്വാനം നിഷ്ഫലമാണെന്ന് ഞങ്ങൾക്കറിയാം. നിന്റെ തിരുവിഷ്ടത്തിനൊത്ത് ഇതിൻ്റെ പണി പുരോഗമനം പൂർത്തിയാകുന്നതിനിടയാകട്ടെ. ഇതിൻ്റെ പണിയിൽ ഏർപ്പെടുന്നവരെ ആത്മീയ ശാരീരികമായ എല്ലാ അപകടങ്ങളിൽ നിന്ന് സംരക്ഷിക്കണമേ. പാറമേൽ പണി തീർത്ത സൗധം പോലെ ഇതിൻ്റെ അടിത്തറ ഉറപ്പിക്കുകയും ഇതിൽ വസിക്കുന്നവരെ നിന്റെ ദാനങ്ങളാൽ അലങ്കരിക്കുകയും ചെയ്യണമേ. എന്തുകൊണ്ടെന്നാൽ അധികാരവും രാജ്യവും ശക്തിയും മഹത്വവും എന്നേക്കും അങ്ങയുടേതാകുന്നു, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ. എല്ലാവരുടെയും പ്രാർത്ഥന ഉണ്ടാവണേ. ഇനി അവർ സെറ്റ് ചെയ്യും. നിങ്ങളതിൻ്റെ ഇതനുസരിച്ച് വെച്ചു കേട്ടോ.
ഇനി അതിൻ്റെ ഇതനുസരിച്ച് നമ്മൾ ചാന്നിട്ടു. നടക്കട്ടെ കാര്യങ്ങൾ. ഓക്കെ.